സ്വകാര്യ ബസിന് 140 കിലോമീറ്റർ ദൂരത്തിന് മുകളിൽ പെർമിറ്റ് അനുവദിക്കാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ KSRTC ഇന്ന് അപ്പീൽ നൽകും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് അപ്പീൽ നൽകുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ സ്വന്തം നിലയിൽ കേസിന് പോകുമെന്ന് KSRTC പ്രതിപക്ഷ യൂണിയനായ TDF അറിയിച്ചു. സ്വകാര്യ കുത്തകകൾക്ക് അടിയറ വയ്ക്കുന്ന ആ ഒരു നയത്തിനെതിരെ TDF സർക്കാരോ മാനേജ്മെൻറ്റോ കേസിന് അപ്പീലിന് പോയില്ലെങ്കിൽ TDF അത് നേരിട്ട് കേസിന് പോകും. അതുപോലെ തന്നെ ശമ്പളത്തിനും DAയ്ക്കും ഈ റൂട്ടുകൾ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 6-ാം തീയതി മുതൽ ആരംഭിച്ച സമരം ഞങ്ങൾ നിർത്തുന്നില്ല. 15-ാം തീയതി ചീഫ് ഓഫീസ് നടയിൽ ഞങ്ങൾ സത്യാഗ്രഹ സമരവും മാർച്ചും നടത്തുന്നുണ്ട്. ഇത് നടന്നില്ല എങ്കിൽ അടുത്ത മാസം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് സമര പരിപാടികൾ ആസൂത്രണം ചെയ്യും. RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, KSRTCയുടെ അപ്പീൽ നീക്കത്തിന്റെ പശ്ചാത്തലം എന്താണ്? സൈഫുദ്ദീൻ, KSRTCയുടെ 80% വരുമാനവും ദീർഘദൂര സർവീസുകളിലാണ്. ആ സർവീസുകളിലേക്കാണ് സ്വകാര്യ ബസ്സുകൾ കൂടി പെർമിറ്റ് അനുവദിക്കാനുള്ള വിധി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം മറ്റുമൊക്കെ ഉയരുന്നത്. KSRTCയുടെ നട്ടലൊടിക്കുന്ന തീരുമാനം എന്നാണ് പ്രതിപക്ഷ യൂണിയനുകളടക്കം ഇതിനെതിരെ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ KSRTC അപ്പീൽ നൽകുമെന്ന് അറിയിച്ചെങ്കിലും അത് എപ്പോൾ ആയിരിക്കും നൽകുക എന്നുള്ള കാര്യത്തിൽ തീരുമാനം വന്നിരുന്നില്ല. ഇന്നലെ KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ വിഷയം ചർച്ച ചെയ്യുകയും അപ്പീൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പാകെ തന്നെ അപ്പീൽ നൽകുമെന്നാണ് KSRTC അറിയിച്ചത്. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെയാണ് അപ്പീൽ നൽകുക. എന്നാൽ തങ്ങൾ സ്വന്തമായിട്ട് കേസിന് പോകുമെന്നാണ് പ്രതിപക്ഷ യൂണിയനായിട്ടുള്ള TDF വ്യക്തമാക്കിയിട്ടുള്ളത്. ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുമ്പോട്ട് പോകും. ഈ കേസ് തോൽക്കാൻ കാരണം സർക്കാരും KSRTC മാനേജ്മെന്റും സ്വകാര്യ ബസ് ഉടമകളുമായിട്ട് ഒത്തുകളിച്ചത് കൊണ്ടെന്നാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ കേസിന് പോകും. ഇനി ഒരുപക്ഷെ KSRTC അപ്പീൽ നൽകുകയാണെങ്കിൽ അതിൽ സ്വമേധയാ കക്ഷി ചേരാനുള്ള ഒരു തീരുമാനവുമായിരിക്കും ഒരുപക്ഷെ TDF എടുക്കുക. എന്തായാലും ശക്തമായിട്ട് സമരവുമായിട്ട് മുമ്പോട്ട് പോകും. ഈ മാസം 16-ാം തീയതി KSRTCയുടെ ചീഫ് ഓഫീസ് ഉപരോധിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം സെക്രട്ടേറിയറ്റിലേക്ക് സമരം വ്യാപിപ്പിക്കാനുമാണ് TDFന്റെ തീരുമാനം. സൈഫുദ്ദീൻ.